ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾ കുറേ നാളായി എൻ്റെ പിന്നാലെ പല്ല് വേദന പറഞ്ഞ് നടക്കാൻ നിർത്തിയിട്ടോ. അപ്പോൾ എന്തെന്നെ അതിലെ കയ്യോടെ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ട്. എന്തായാലും കൊണ്ടുപോയി ഒന്ന് ഡോക്ടറെ കാണിച്ചു നോക്കുക. കാര്യം എന്താണെന്ന് അറിയാലോ. ചെന്ന് നോക്കിയപ്പോൾ ഡോക്ടർ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ ഒന്ന് പോസ്റ്റ് അടിച്ചിരുന്നു. കുറച്ച് നേരം പറഞ്ഞാൽ ഒരു അരമുക്കാൽ മണിക്കൂർ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ ഈ ചുമരുമ്പത്തെ ചിത്രങ്ങൾക്ക് എന്തോ ഒരു ചെരിവ് പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും അല്ല ഞാനൊന്ന് റെഡിയാക്കി. പക്ഷേ റെഡിയാക്കിയിട്ട് നോക്കിയപ്പോൾ നല്ലോണം ചെരിഞ്ഞ പോലെ ഉണ്ട്. അങ്ങനെ അവസാനം ഡോക്ടർ വന്നിട്ട് ഏത് ഭാഗത്താണ് വേദന ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ലെഫ്റ്റ് സൈഡിലാണ്. അവൻ പറയാം റൈറ്റ് സൈഡിലാണ്. ഞങ്ങൾ രണ്ടുപേരും ഡോക്ടറായിട്ട് കൺഫ്യൂഷൻ ആക്കി എന്നൊക്കെ പറയാമല്ലോ. പക്ഷെ അതുവരെ അവൻ പറയുന്നത് ലെഫ്റ്റ് സൈഡാണ്. അവിടെ എത്തിയപ്പോഴാണ് അവൻ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം ഡോക്ടർ പറഞ്ഞു തൽക്കാലം ഞാൻ മരുന്ന് തരാം വേദനക്കുള്ളത്. അടുത്ത പ്രാവശ്യം നിങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ച് ഏത് സൈഡിലാണ് വേദന തീരുമാനിച്ചിട്ട് വരും. അപ്പോൾ നമുക്ക് പല്ല് പറിക്കാം. എന്തായാലും ഇപ്രാവശ്യം രക്ഷപ്പെട്ടു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളൊരു ചെരുപ്പ് കടയിൽ കയറിയിട്ട് ചെറിയ ആൾക്കൊരു ചെരുപ്പ് മേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ചെരുപ്പ് കണ്ടപാടെ ആൾക്ക് എന്തൊക്കെയോ മനസ്സിലായി എന്നൊക്കെ തോന്നുന്നുണ്ട്. ചെരുപ്പ് കൈ പിടിച്ചിട്ട് ഒരേ ഇരുത്തായിരുന്നു. അങ്ങനെ അവിടെ നിൽക്കുന്തോറും കൂടുതൽ സാധനങ്ങൾ ആവശ്യപ്പെടുമെന്ന് തോന്നിയിട്ട് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഡ്രസ്സ് കടയിലേക്കാണ്. പക്ഷേ ആ ഭാഗങ്ങളൊന്നും ഞാൻ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് അതൊന്നും ഇതിലില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു കഫേ കയറി കേട്ടോ. എന്താ ചൂട്, ഭയങ്കര ദാഹം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കാതെ പോയാൽ ശരിയാവില്ലല്ലോ. ഞങ്ങൾ 2 ജിഞ്ചർ ലൈമും പിന്നെ ഒരു അവിൽ മിൽക്കുമാണ് പറഞ്ഞത്. പിന്നെ ഓരോ ചിക്കൻ പപ്സും ഒരു മുട്ട പപ്സും കേട്ടോ. പപ്സൊക്കെ എന്തായാലും അടിപൊളിയായിരുന്നു. ജിഞ്ചർ ലൈമൊക്കെ കണ്ടറിഞ്ഞ് പേരിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല മോളെ, ഒരു രക്ഷയില്ല കേട്ടോ. കുടിക്കാൻ നല്ല രസമുണ്ടെങ്കിലും കുടിച്ച് കഴിഞ്ഞാൽ അണ്ണാക്കിലും തരിപ്പിലൊക്കെ കയറുന്നു പറഞ്ഞ അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ സ്പൂണും ജിഞ്ചറും കുടിച്ചിട്ട് ഓരോ സ്പൂണും അവിൽ മിൽക്കും കുടിച്ചിട്ട് കേട്ടോ എരിയും മധുരം ബാലൻസ് ചെയ്ത് പോകുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും റിട്ടേൺ ആയിട്ട് ഓട്ടോറിക്ഷയിൽ തന്നെ കയറി വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം. ഓക്കെ ടാറ്റ ബൈ ബൈ, സീ യു.